നമസ്കാരം. നിരവധി വാർത്തകൾ വരുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ബസ് അപകടത്തിൽ 5 മരണം. കർണാടക RTCയുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ബ്രേക്ക് പോയതാണ് ഈ ഒരു അപകട കാരണമായത്. അമിത വേഗതയിലെത്തിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ബസ് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. മരിച്ചവരിൽ 3 പേർ സ്ത്രീകളെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാസർഗോഡ് രാവിലെ മുതൽ തന്നെ മഴയുണ്ടായിരുന്നു. ഈ മംഗലാപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോവുകയായിരുന്നു ബസ്. ഈ സമയമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കാസർഗോഡ് നിന്ന് തന്നെ വരുന്ന മറ്റൊരു വാർത്തയാണ്. കാസർഗോഡ് അമ്പലത്തറ പറക്കളായിൽ കൂട്ട ആത്മഹത്യ നടന്നിരിക്കുകയാണ്. മുളവിനി വീട്ടിൽ ഗോപി, ഭാര്യ ഇന്ദിര, മക്കളായ രാകേഷ് എന്നിവരാണ് ആസിഡ് കുടിച്ചത്. രാകേഷ് ഒഴികെ 3 പേരും മരിച്ചു. ആസിഡ് കുടിച്ച ശേഷം രാകേഷാണ് ബന്ധുവിനെ വിളിച്ചത്. ഇളയച്ചനായ നാരായണനെയാണ് ഇവർ ഈ ഒരു ആസിഡ് കുടിച്ച ശേഷം വിളിച്ചിട്ട് തീരെ വയ്യ, ആശുപത്രിയിൽ എത്തിക്കണമെന്നായിരുന്നു പറഞ്ഞത്. നാരായണൻ ജീപ്പ് എടുത്തെത്തിയപ്പോഴേക്കും 4 പേരും ആസിഡ് കുടിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇവരെ നാട്ടുകാരുടെ സഹായത്തോടെ ഉടനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ഗോപിയുടെ ജീവൻ അപ്പോഴേക്കും രക്ഷിക്കാൻ സാധിച്ചില്ല. ഗോപി മരിച്ചു ആദ്യം. പിന്നീട് ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യയാണ് മരിച്ചത്. രാകേഷ് അപകട നില തരണം ചെയ്തുവെന്നാണ് വിവരം. എന്തായാലും ഇപ്പോൾ 3 പേരുടെ മൃതദേഹങ്ങൾ വൈകിട്ടോടെ നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. വിരലടയാള വിദഗ്ധരും മറ്റ് പോലീസ് സംഘവും ഒക്കെ സ്ഥലത്തെത്തി അവർ വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ മരണത്തിന് കാരണം കടബാധ്യതയാണ് എന്നാണ്, ആത്മഹത്യയിലേക്ക് ഇവരെ നയിച്ചത് കടബാധ്യത എന്നാണ് കരുതുന്നത്. 4 വർഷം മുൻപായിരുന്നു രഞ്ജേഷും രാകേഷും ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. ഇത് നഷ്ടത്തിലായി. ഇതോടെ 2 വർഷം മുമ്പ് അത് പൂട്ടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇരുവരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോവുകയായിരുന്നു. ഗോപി കൃഷിപ്പണിക്കാരനും ഇന്ദിര ബീഡി നിർമ്മാണ തൊഴിലാളിയുമായിരുന്നു. മിനി സൂപ്പർ മാർക്കറ്റ് നഷ്ടത്തിലായതിനെ തുടർന്നുള്ള കടബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമായി പറയുന്നതെങ്കിലും വൻ സാമ്പത്തിക ബാധ്യത ഉള്ളതായി നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ നിലവിൽ അറിവില്ല. മാത്രമല്ല 2 ഏക്കറിലധികം സ്ഥലമുള്ള ഇവർക്ക് സ്ഥലം വിറ്റാലും കടം വിട്ടാലും സാധിക്കുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. രഞ്ജേഷ് വിവാഹമോചിതനാണ്, രാകേഷ് അവിവാഹിതനാണ്. കളമശ്ശേരിയിൽ കത്തിക്കുത്തിൽ യുവാവ് കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വരുന്നുണ്ട്. കളമശ്ശേരി സുന്ദരഗിരിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 11:30ക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഞാറിക്കൽ സ്വദേശിയായ 25-കാരൻ വിനോദിന്റെ മകൻ വിവേകാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പറയുന്നത്. ആക്രമണം നടത്തിയ 2 പേരും പിടിയിലായിട്ടുണ്ട്. സനോജും പ്രസാദുമാണ് പിടിയിലായത്. ഇവർ തേപ്പുംപടി സ്വദേശികളാണ്. 3 കളമശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരായിരുന്നു. ഓട്ടോറിക്ഷ കൂലി കൊടുക്കാത്തുള്ള തർക്കമാണ് ഒരു ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കൊച്ചി കോതമംഗലം 3 കല്ലിലെ 61കാരിയുടെ മരണത്തിൽ കൊലപാതക കേസിൽ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നു. പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. അടിമാലി സ്വദേശി രാജേഷ് ആണ് പിടിയിലായത്. മറൈൻ ഡ്രൈവിൽ നിന്നായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത്. ബംഗളൂരിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു പ്രതി. അതിനിടെ പോലീസ് പ്രതിയെ പിടികൂടി. പെരുമ്പാവൂർ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പ്രതിയെ ഊന്നുകല്ലിലേക്ക് തെളിവെടുപ്പ് മറ്റ് നടപടികളൊക്കെയുണ്ട്, അതിനായിട്ട് കൊണ്ടുപോകും. ഹോട്ടൽ തൊഴിലാളിയാണ് രാജേഷ്. ഇയാൾ അടിമാലിയിൽ തട്ടുകട നടത്തിയിരുന്നു. ഊന്നുകല്ലിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ സംഭരണിയിൽ പെരുമ്പാവൂർ കുറുപ്പംപൊടി സ്വദേശിയായ ശാന്തയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നമ്മൾ നേരത്തെ സംഭവം അറിഞ്ഞതാണ്. മാൻഹോളിൽ മൃതദേഹം വെച്ചിരുന്നു. മൃതദേഹത്തിൽ ആഭരണങ്ങളില്ലായിരുന്നു, വസ്ത്രമില്ലായിരുന്നു. അപ്പോൾ തന്നെ മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണ് എന്ന നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. ചുരിദാർ ധരിച്ചാണ് ശാന്ത വീട്ടിൽ നിന്നും ഇറങ്ങിയത്. 12 പവന്റെ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. പക്ഷേ മൃതദേഹം നഗ്നമായിട്ടാണ് കിട്ടിയത്. ഈ സ്വർണം കൈക്കലാക്കാനാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന സൂചനയൊക്കെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 9 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ പ്രതി അടിമാലിയിൽ ജ്വല്ലറി ജോലികൾ ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാർക്ക് വിറ്റു. പകരമായിട്ട് 3 പവന്റെ മാലയും 4 ലക്ഷം രൂപയും വാങ്ങിച്ചു. ഇയാളുടെ കാറും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ശാന്തയും രാജേഷുമായുള്ള ഫോൺ സംഭാഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. മാത്രമല്ല എല്ലാ കേസിലും ഏറ്റവും നിർണായകമാകുന്നത് CCTV ദൃശ്യങ്ങളാണ്. ഈ കേസിലും CCTV ദൃശ്യം നിർണായകമായി. ശാന്ത വീട് വിട്ടിറങ്ങി അന്ന് തന്നെ കൊലപാതകം നടന്നു എന്നാണ് പോലീസിന്റെ സംശയം. എന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞ് ദുർഗന്ധം വമിച്ചപ്പോൾ മാത്രമാണ് ആ ദുർഗന്ധം എവിടെ നിന്ന് വരുന്നു എന്ന അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ മൃതദേഹത്തിലേക്ക് എത്തിപ്പെട്ടത്. അവിഹിത ബന്ധമെന്ന സംശയത്തെ തുടർന്ന് യുവതിയെ ഭർത്താവ് തീ കൊളുത്തി കൊലപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് ഈ ഒരു സംഭവം. യുവതി ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുവാനായി ഭർത്താവ് ശ്രമിച്ചെങ്കിലും കൊലപാതകത്തിന് സാക്ഷിയായ ദമ്പതികളുടെ മകളുടെ മൊഴി വഴി തിരിവാവുകയായിരുന്നു. ഈ രാജ്കുമാർ രോമണി സാഹു എന്ന 35-കാരനാണ് ഭാര്യ ജാഗരണിയുടെ
കൊലപാതകത്തിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഉരണിയിലെ പഗോതെഗാവിൽ ഓഗസ്റ്റ് 25 തീയതി പുലർച്ചെയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം. ജാഗ്രതയുടെ കൈകാലുകൾ കെട്ടിയിട്ട് ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് രാജ്കുമാർ തീ കൊളുത്തുകയായിരുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഭാര്യ മുറിയിൽ കയറി വാതിലടച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് ഈ രാജ്കുമാർ ആദ്യം പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ രാജ്കുമാർ പറഞ്ഞത് കളവാണെന്ന് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാജ്കുമാറിന്റെയും ജാഗ്രതയുടെയും മകളായ 7 വയസ്സുകാരുടെ മൊഴിയുമാണ് ഇതിൽ നിർണായകമായത്. അമ്മയും അച്ഛൻ തീ കൊളുത്തിയതെന്നായിരുന്നു മകളുടെ മൊഴിയെന്നാണ് പോലീസ് പറയുന്നത്. പിന്നാലെ രാജ്കുമാറിനെ 26 തീയതി തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. നമുക്കറിയാം ഗൂഗിൾ മാപ്പ് പലപ്പോഴും മരണത്തിലേക്ക് വ്യക്തികളെ നയിക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ കുടുംബം സഞ്ചരിച്ച വാൻ വഴിതെറ്റി നദിയിൽ വീണ് 4 മരണം. മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്. ഒരു കുട്ടിയുടെ മൃതദേഹത്തിനായി തിരച്ചിൽ തുടരുന്നു. തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ തകരാറിലായ പാലത്തിലേക്കാണ് വാൻ വഴിതെറ്റിയെത്തിയത്. 9 യാത്രക്കാരിൽ 5 പേർ വാനിന് മുകളിൽ കയറിയിരുന്നു. ഇവരെ പോലീസ് രക്ഷിച്ചു. ഗൂഗിൾ മാപ്പിലെ നിർദ്ദേശങ്ങൾ പിന്തുടർന്ന വാൻ കഴിഞ്ഞ 3 വർഷമായി അടച്ചിട്ടിരിക്കുന്ന സോംബി ഉബർഡ പാലത്തിലേക്ക് കയറി. മാതൃകുണ്ഡിയ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ഈ ഒരു ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം വലിയ രീതിയിൽ ഒഴുകുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ ശക്തമായ ഒഴുക്കിൽ വാൻ പാലത്തിൽ നിന്ന് ഒലിച്ചു പോവുകയായിരുന്നു. ചിക്കോർഗാഡ് ജില്ലയിലെ കനക്കേട ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. രക്ഷപ്പെട്ടവർ പോലീസിനെ വിളിച്ചറിയിച്ച ശേഷമാണ് തിരച്ചിൽ തുടങ്ങിയത്. കഴിഞ്ഞ 3 വർഷമായിട്ട് പാലം അടഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല. രശ്മി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ദേവേന്ദ്ര ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ മാധ്യമങ്ങളോട് വിവരിച്ചിരുന്നു. ഗൂഗിൾ മാപ്പിനെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിലുള്ള ആശങ്കകൾ സൈബർ വിദഗ്ധർ സമൂഹ മാധ്യമങ്ങൾ ഇതിന് പിന്നാലെ പങ്കുവയ്ക്കുകയുണ്ടായി. ഗൂഗിൾ മാപ്പിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് സുരക്ഷിതമല്ല. അത് ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. പുതിയ റോഡുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ കനത്ത മഴ, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവ കാരണം വഴികൾ അടച്ചിട്ടാലോ മാപ്പ് തെറ്റായ വഴി കാണിക്കാമെന്നാണ് ഈ വിദഗ്ധരൊക്കെ വിശദീകരിക്കുന്നത്. മാത്രമല്ല ഈ ഗൂഗിൾ മാപ്പ് GPS സിഗ്നലുകളെ ആശ്രയിക്കുന്നതിനാൽ ചില പ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്തതും തെറ്റായ ഒരു നിർദ്ദേശം, അതായത് ഇന്ന വഴി എന്ന ഒരു രീതിയിലുള്ള തെറ്റായ നിർദ്ദേശം ഉണ്ടാകും. അതും അപകടത്തിലേക്കും മരണത്തിലേക്കും തള്ളിവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും പോകുന്ന വഴിക്ക് ഈ സൈഡിലൊക്കെ ആൾക്കാരുണ്ടാകുമല്ലോ, കടകളുണ്ടാകും. അപ്പോൾ ആൾക്കാരോടും കൂടി ചോദിച്ചൊന്ന് കൺഫേം ആക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി അപകടം ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ChatGPT ഇന്ന് ആശ്രയിക്കാത്തവരൊക്കെ വളരെ ചുരുക്കം തന്നെയായിരിക്കും. ഇത്തരത്തിൽ ChatGPT US-ലെ 16-കാരന്റെ മരണത്തിന് കാരണമായി എന്നൊരു ആരോപണമായി രക്ഷിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സംഭവത്തിൽ ഓപ്പൺ AIക്കെതിരെ 16-കാരന്റെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ചാറ്റ്ബോട്ടായ ChatGPT ആദം ഡ്രെയിൻ എന്ന 16-കാരനെ മരിക്കുവാൻ പ്രേരിപ്പിച്ചു എന്നാണ് മാതാപിതാക്കളായ മറ്റ് റെയിനിന്റെയും മരിയയുടെയും വാദം. ഇത് കാണിച്ച് ഇരുവരും ഓപ്പൺ AI കമ്പനിക്കെതിരെ കാലിഫോർണിയ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഏപ്രിലിൽ ജീവനൊടുക്കിയ ആദവും ChatGPTയും തമ്മിലുള്ള ചാറ്റും തെളിവായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് ഇത്തരത്തിൽ പഠനാവശ്യത്തിനായി ആദം ChatGPT ഉപയോഗിച്ചു തുടങ്ങിയത്. ChatGPTയുമായി കൂടുതൽ സംസാരിച്ച് കൂട്ടായപ്പോൾ ജനുവരി മാസത്തിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി. കുട്ടിയെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ചാറ്റ് ബോട്ട് നൽകിയതെന്നാണ് കേസ്. ചാറ്റിന്റെ അവസാന സമയങ്ങളിലൊക്കെ താൻ ജീവനൊടുക്കാൻ പോകുന്ന എന്ന വിവരം കുട്ടി ചാറ്റ് ബോട്ടിനോട് പങ്കുവച്ചിരുന്നു. കുട്ടിയുടെ മരണശേഷം ഫോൺ പരിശോധിച്ചപ്പോഴാണ് ചാറ്റിന്റെ വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് ലഭിച്ചത്. ആളുകളിൽ മാനസിക വിധേയത്വം ഉണ്ടാകുമെന്നതാണ് ChatGPTയുടെ ഒരു രൂപകൽപ്പന എന്ന് ആരോപിച്ച് രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ ഓപ്പൺ AI CEO സാം ആൽട്ട്മാനാണ് ഇത്തരത്തിൽ മുഖ്യപ്രതിയായത്. ഈ ഒരു സംഭവത്തിൽ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഓപ്പൺ AI രംഗത്ത് വന്നിട്ടുണ്ട്. കേസ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. ഈ തീവ്ര മാനസിക സംഘർഷങ്ങൾ ChatGPTയെ അങ്ങനെയുള്ളവർ അത്തരത്തിലുള്ള സാഹചര്യത്തിലൊന്നും ChatGPT ആശ്രയിക്കരുതെന്ന് ഓപ്പൺ AIയുടെ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അടിയന്തര ഘട്ടങ്ങളിൽ വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കാനുള്ള ഹെൽപ്പ് ലൈൻ US-ലും UK-ലും തുടങ്ങിയതായിട്ടും കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.
US-ലെ മിനസോഡ സംസ്ഥാനത്ത് സ്വകാര്യ സ്കൂളിൽ നടന്ന വെടിവയ്പിൽ 2 കുട്ടികൾക്ക് 3 പേർ കൊല്ലപ്പെട്ട റിപ്പോർട്ട് പുറത്തുവരികയാണ്. 17 പേർക്ക് പരിക്കേറ്റു. മിനിയപ്പാലിസ് നഗരത്തിലെ അനൻസിയേഷൻസ് കാത്തലിക് സ്കൂളിൽ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെയാണ് വെടിവയ്പുണ്ടായത്. ആക്രമി പിന്നീട് ജീവനൊടുക്കിയെന്ന് പോലീസ് പറഞ്ഞു. 395 വിദ്യാർത്ഥികളുള്ള ഒരു സ്വകാര്യ എലിമെന്ററി സ്കൂളാണിത്. മിനിസോട്ടയിലെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ഇവർ ചികിത്സ തുടരുകയാണ്. ചിലരുടെ നില ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.